ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീമീസ് ചാനൽ. ഇന്ന് നമ്മൾ നാടൻ താറാവ് കറിയാണ് വെക്കുന്നത്. കുക്കറിലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് അത് ചൂടായത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ല വേവുണ്ടാകും താറാവിന്. അപ്പോൾ നമുക്ക് കുക്കറിലാകുമ്പോൾ 4 വിസിൽ വിട്ടെടുക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിൽ വെക്കാം ഗൈസ്. നമുക്ക് അടുപ്പത്തും വെക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അധികം മൂപ്പില്ലാത്ത താറാവാണ്. അപ്പോൾ ഇത് നാടൻ താറാവാണ്. അപ്പോൾ അതൊരു 1.5 കിലോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ വൈകുന്നേരം അപ്പവും താറാവ് കറി വെക്കാമെന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കണേ. ഇനി നമുക്ക് 2 സബോള ചെറുതായിട്ട് ഇട്ട് കൊടുത്തായിരുന്നു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന താറാവ് കറിയാണ് ഇത്. ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിരിഞ്ഞത്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിനായിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് വറുത്തെടുക്കാം. ആ പച്ചമണം മാറുന്ന വരയ്ക്ക്. എന്നിട്ട് നമുക്കതിലേക്ക് താറാവ് ഇറച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതിലേക്ക് ഇനി താറാവ് ഇറച്ചി ഇട്ട് കൊടുക്കാണ്. നമുക്കൊന്ന് മിക്സാക്കി ഇങ്ങനെ ഇതുപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇനി നമുക്ക് തികഞ്ഞില്ലെങ്കിൽ പിന്നീട് ഇടാം. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് 4 വിസിൽ കുക്കർ മൂടി വെച്ച് നമുക്ക് ഒരു 4 വിസിൽ വിട്ടാൽ മതിയാവും. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് വിസിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 4 വിസിൽ വിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇറച്ചി നല്ലോണം വെന്തിട്ടുണ്ട്, അധികം കുഴഞ്ഞിട്ടില്ല, പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാൻ തേങ്ങയും കശുവണ്ടി പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുക്കാണ്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാകത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു തിള വന്നതും അതിലേക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം. ഞാൻ പെപ്പർ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കറി. നമുക്കതിലേക്ക് ഇതാ അരച്ച് വെച്ചിരുന്ന പെപ്പറും കൂടി ഇട്ട് കൊടുക്കാണ്, കുരുമുളക് പൊടി. നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇടുമ്പോൾ. അപ്പം അതിലേക്ക് കുറച്ച് പുതിന ഇലയും ഇട്ട് കൊടുക്കാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിനും എല്ലാത്തിനും പറ്റും കേട്ടോ, റൈസിനും കൂട്ടാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കാം ഗൈസ്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. താങ്ക് യു.